ജപ്പാനിൽ ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്സ് നടത്തുന്ന ജപ്പാനികളെ കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ പോയിട്ട് അതും നമ്മുടെ കൊച്ചി വന്നിട്ട് നമ്മുടെ കുക്കിംഗ് പഠിച്ച് ഇവിടെ വന്ന ഒരു റെസ്റ്റോറൻറ്റ് തുടങ്ങിയ ഒരു കപ്പിൾസിൻ്റെ അടുത്താണ് നമ്മൾ ഇസുവിൽ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയത്. വളരെ റാൻഡമായിട്ടാണ് ഞങ്ങൾ ഈ റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചത്. ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഇവരുടെ ഈ കൊച്ചി ലിങ്കൊക്കെ ഞങ്ങൾ അറിഞ്ഞത്. റെസ്റ്റോറൻറ്റ് ക്ലോസ് ചെയ്യാൻ സമയം ആകാറായപ്പോൾ എത്തിയ ഞങ്ങൾ 11 പേരെ കണ്ട് ഇവർ ചെറുതായിട്ടൊന്ന് പാനിക് ആയെങ്കിലും ഇവരുടെ കയ്യിലുള്ള ഫുഡെല്ലാം തന്ന് അഡ്ജസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു. അതായത് നമ്മൾ ഓരോരുത്തരും സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യുവാണെങ്കിൽ തരാൻ മാത്രം ഫുഡ് അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. അപ്പൊ എല്ലാവർക്കും കുറച്ച് ക്വാണ്ടിറ്റി ഉള്ള ഫുഡെല്ലാം തന്നു. എന്തിന് മാനിറച്ചി വരെ ഞങ്ങൾക്ക് തന്നു. നാട്ടിലെ ബിയറും അവിടുത്തെ ഒരു ഹൈലൈറ്റ് ആയിരുന്നു. നമ്മുടെ കൊച്ചി കണക്ഷനൊക്കെ പറഞ്ഞു വന്നപ്പോൾ അവരവിടെ പോയി പഠിച്ചതിന്റെ ഫോട്ടോസ് ഒക്കെ അടങ്ങിയ ആൽബം ഞങ്ങൾക്ക് കാണാൻ തന്നു. അതിൽ അവരെ പഠിപ്പിച്ച ഈ ചേച്ചിയുടെ ഫോട്ടോയും ഉണ്ടായിരുന്നു. ഇവരെ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. ലാസ്റ്റ് ഞങ്ങളെ സർപ്രൈസ് ചെയ്തുകൊണ്ട് ഒരു സ്വീറ്റും ഒരു ശ്രീലങ്കൻ ചായയും അവർ തന്നു. ഇവരുടെയൊക്കെ മനസ്സ് നിറഞ്ഞു വയറ് നിറഞ്ഞു എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇനി ആ ഹോട്ടലിൽ ആർക്കും ഫുഡ് ഇല്ലെന്ന് ഈ ചേട്ടൻ തിരിച്ചു വന്ന് കണ്ടപ്പോൾ മനസ്സിലായി.